നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ വളരെ സംയമനം പാലിച്ചു തന്നെയാണ് പല നിലപാടുകളും എടുത്തിട്ടുള്ളത്. ഒരു അകലം പാലിച്ചു തന്നെയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ ഈ ഒരു മൗനം പിന്തുടരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ പക്വമായിട്ടുള്ള നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യ മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളടക്കം വലിയ രീതിയിൽ ഒരു ആഗോള പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇപ്പോൾ ഈ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുമെന്ന പ്രവചനവുമായി ഒരു ജ്യോതിഷി രംഗത്ത് വരുന്നുണ്ട്. ഈ ജ്യോതിഷിയുടെ ഈ പറയുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വേദ ജ്യോതിഷിയും വാസ്തു വിദഗ്ധയുമാണെന്ന് അവകാശപ്പെടുന്ന ആചാര്യ റീന ശർമ്മയാണ് വിവാദ പ്രവചനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാനിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇനി പാകിസ്ഥാന്റെ ഊഴമാണെന്നും റംസാൻ കഴിഞ്ഞ് നവരാത്രി തുടങ്ങുന്നതോടെ യുദ്ധം ആരംഭിക്കുമെന്നും റീന വീഡിയോയിൽ പറയുന്നു. അതായത് കൃത്യമായിട്ടൊരു ഡേറ്റും അവർ പറയുന്നുണ്ട്. അതായത് എന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്നത് എന്നുള്ളത്. 2026 മാർച്ച് 21 ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നാണ് ഇവരുടെ വാദം. യുദ്ധത്തിന് മുന്നോടിയായി ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ, പണം, സോളാർ ചാർജർ എന്നിവ ഒരു മാസത്തേക്ക് കരുതണമെന്നും റീന ഉപദേശിക്കുന്നുണ്ട്. റീനയുടെ ഈ പ്രവചനത്തിന്റെ വീഡിയോ സോഷ്യലിടത്ത് സജീവ ചർച്ചയാവുകയാണ്. വേദജ്യോതിഷിയും വാസ്തു വിദഗ്ധയുമെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആചാര്യ റീന ശർമ്മ എന്ന സ്ത്രീയാണ് തന്റെ പ്രവചനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും ഗ്രഹനിലകൾ വിശകലനം ചെയ്താണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തിയതെന്നും ഇവർ അവകാശപ്പെട്ടു. അർദ്ധരാത്രിയിലാകും ഇന്ത്യ ഇതിനായി തയ്യാറെടുക്കുകയെന്നും അതിർത്തികൾ മാറ്റിയെഴുതപ്പെടുമെന്നും വീഡിയോയിൽ പറയുന്നു. ഇന്ത്യ പാകിസ്ഥാനെ അടുത്ത് തന്നെ ആക്രമിക്കുമെന്നും അതിനാൽ എല്ലാവരും യുദ്ധത്തിനായി തയ്യാറെടുക്കണമെന്നാണ് ഇവർ വീഡിയോയിലൂടെ പറയുന്നത്. അർദ്ധരാത്രിയിലാകും ഇത് സംഭവിക്കുക. ഇന്ത്യ ഇതിനായി തയ്യാറെടുക്കുകയാണെന്നും റീന അവകാശപ്പെട്ടു. ഇന്ത്യ തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും റീന അവകാശപ്പെട്ടു. ഗ്രാഫിക്സുകൾ കൊണ്ടും മറ്റ് എഫക്ട്സുകൾ കൊണ്ടും നിറഞ്ഞതായിരുന്നു വീഡിയോ. വളരെ വേഗത്തിൽ വൈറലായ വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനവുമായി സമൂഹ മാധ്യമ ഉപയോക്താക്കളും രംഗത്ത് വരുന്നുണ്ട്. കാരണം പല ഭാഗങ്ങളിലും നമുക്കറിയാം യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ വൈറലാകാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുകയാണെന്നും ഇത്തരം അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്നും നിരവധി പേർ കമന്റ് ചെയ്തു. നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കാതെ ക്രിയാത്മകമായ എന്തെങ്കിലും പറയാൻ ശ്രമിക്കണമെന്നും യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ആളുകൾ കമന്റുകൾ ഇട്ടു. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാക് പാർലമെന്റിന്റെ ജോയിന്റ് സീറ്റിംഗിനിടെയാണ് സർദാരി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. യുദ്ധത്തിലേക്ക് നീങ്ങുകയല്ല വേണ്ടതെന്നും സമാധാന ചർച്ചകളാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യുദ്ധ നാടകത്തിൽ നിന്ന് പിന്മാറി അർത്ഥവത്തായ ചർച്ചയ്ക്ക് തയ്യാറാവണം. രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് അത് മാത്രമാണ് യഥാർത്ഥ പോംവഴി എന്നായിരുന്നു സർദാരിയുടെ വാക്കുകൾ. റീനയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രൂക്ഷമായ വിമർശനവുമായി എത്തിയത്. ചിലർ ഭയപ്പെടുത്തരുതെന്നും അസംബന്ധങ്ങൾ വിളിച്ചു പറയരുതെന്നും എഴുതി. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും യുദ്ധം ഒഴിവാക്കാനുള്ള വഴി പറയാനും മറ്റു ചിലർ ഉപദേശിച്ചു. എല്ലാ ജ്യോതിഷികൾക്കും ഇപ്പോൾ ഒരേ കണ്ടന്റ് ആണെന്നും എല്ലാവരും ഇപ്പോൾ പരസ്പരം പകർത്തി വീഡിയോ നിർമ്മിക്കുകയാണെന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ എഴുതിയത്. വൈറലാകാൻ ജനങ്ങളിൽ ഭയം വിതറുന്ന ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് മറ്റു ചിലർ ആവശ്യപ്പെട്ടു. നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായി എന്തെങ്കിലും ഇവർ പറയുമോ എന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരന്റെ സംശയം. നമുക്ക് മാർച്ച് 22 കാണാമെന്നും അപ്പോഴേക്കും ഈ റീൽ ഇവിടെ കാണുമോ എന്നുമായിരുന്നു മറ്റൊരു കാഴ്ചക്കാരന്റെ ചോദ്യം. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പാക് പ്രസിഡന്റ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് യാതൊരു തരത്തിലും നല്ല കാര്യമല്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അടക്കം നടന്ന് നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇന്ത്യ തിരിച്ചടിക്കുന്ന സമയത്തൊന്നും തന്നെ അവർക്കൊന്നും തന്നെ ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു ഇന്ത്യ നടത്തിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് ഇന്ത്യ പോകാതെ ഇരിക്കട്ടെ. പക്ഷേ എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മുടെ രാജ്യം എപ്പോഴും
തയ്യാറാക്കി തന്നെ വെച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ തന്നെയാണ് ഇവിടെ ഏറ്റവും വലുത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ജ്യോതിഷികളുടെ ചില പ്രവചനങ്ങൾ, ഇതിനു മുൻപ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ജ്യോതിഷിയാണ് ബാബ വാങ്ക എന്ന് പറയുന്ന സന്യാസിനി. അവർ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുള്ള പല പ്രവചനങ്ങളും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഫലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആ പേര് ഉയർന്നു കേൾക്കാറുണ്ട്. അവർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയരാറുണ്ട്. അതൊക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, എന്നാൽ അതൊന്നും വിശ്വസിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷെ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഭീതി സഹജമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് നിലവിൽ ഇറാനിലേക്ക് ഇസ്രായേൽ US സഖ്യം വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ട് അവിടെ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ, കാരണം ആ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യമടക്കം വരും ദിവസങ്ങളിൽ ബുദ്ധിമുട്ടും. ഇപ്പോൾ 7ാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോൾ ആഗോളതലത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ തുർക്കി വ്യോമാതിർത്തിയിലേക്ക് തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകൾ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തിരിക്കുകയാണ്. ടെഹ്റാനിൽ നിന്നുള്ള മറ്റൊരു ഡ്രോൺ ആക്രമണം തടഞ്ഞതായി സൗദി അറേബ്യ ഇന്നലെ അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇപ്പോഴും പ്രതിസന്ധികൾ നേരിടുകയാണ്. ഹോർമസ് കടലിടുക്കിലെ യുദ്ധം എണ്ണവിലയിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായിരിക്കുകയാണ്. ഇത് സാധാരണക്കാരെയായിരിക്കും ഗുരുതരമായി ബാധിക്കുക. ലോകത്തിലെ അസംസ്കൃത വസ്തുക്കളുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും 1/5 വിതരണം കടന്നു പോകുന്നത് ഹോർമസ് കടലിടുക്കിലൂടെയാണ്. ഇറാൻ ഇത് അടച്ചുപൂട്ടുന്നതോടെ എണ്ണവില കുതിച്ചു വരികയാണ്. കൂടാതെ പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള എണ്ണ ശുദ്ധീകരണശാലകളും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. നേരത്തെ സൗദി അറേബ്യയിലെ റാസ് തനൂര ശുദ്ധീകരണശാലയിൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി ഇവിടം അടച്ചുപൂട്ടേണ്ടിയിരുന്നു. ഇതും എണ്ണവില കുതിച്ചു വരാൻ കാരണമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഏകദേശം 20% വർധനവുണ്ടായി. അന്താരാഷ്ട്ര മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് ബുധനാഴ്ച ബാരലിലെ $83.07 വ്യാപാരം. ഇത് ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഗണ്യമായി ഉയരുമെന്ന ആശങ്കയായി. കാരണം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 88% ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുകയാണ്. എന്നാൽ PTA റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യയിലെ റീറ്റെയിൽ പെട്രോൾ ഡീസൽ വിലകൾ കൂടില്ലെന്നാണ്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിടുന്നത് തുടരുകയാണെങ്കിലും ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി എണ്ണ എത്തിക്കുമെന്നും ഇന്ത്യ നേരത്തെ സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ അത് ഗതാഗത ദൈർഘ്യത്തിനും ഉയർന്ന ഗതാഗത ചിലവുകൾക്കും കാരണമാകും. അതോടൊപ്പം ഇൻഷുറൻസ് ചിലവുകളും വർദ്ധിക്കും. ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും പുറമെ ഭക്ഷ്യയോഗ്യമായ എണ്ണയ്ക്കും വില കൂടാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യ എണ്ണ വിതരണം ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് സോൾവെന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ BV മേത്ത പറഞ്ഞിരുന്നു. പാം ഓയിൽ പ്രധാനമായും ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം സോയാബീൻ ഓയിൽ അർജന്റീന, ബ്രസീൽ, US എന്നിവിടങ്ങളിൽ നിന്നും, സൂര്യകാന്തി എണ്ണ റഷ്യ, യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഈ കയറ്റുമതികളിൽ ഭൂരിഭാഗവും ഹോർമസ് കടലിടുക്ക്, സൂയസ് കനാൽ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ നിർണായക സമുദ്രപാതയിലെ ഏതെങ്കിലും തടസ്സം വിതരണ തുടർച്ചയെ ബാധിക്കുകയും ലഭ്യതയിലും വിലയിലും പ്രത്യേകിച്ച് സൂര്യകാന്തി എണ്ണയുടെ ഹ്രസ്വകാല അസ്ഥിരതയ്ക്ക് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവ് അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും ചരക്ക് ഇൻഷുറൻസ് ചെലവുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഭക്ഷ്യ എണ്ണകളുടെ വില വർദ്ധിപ്പിക്കുകയും ആഭ്യന്തര വിലകളിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഭക്ഷ്യ എണ്ണയുടെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഉപഭോക്തൃ കാര്യ വകുപ്പിന്റെ ഡാറ്റ പ്രകാരം മാർച്ച് 3 മുൻ ദിവസത്തെ അപേക്ഷിച്ച് സൂര്യകാന്തി എണ്ണ, സോയാബീൻ എണ്ണ, പാക്ക് ചെയ്ത എണ്ണ എന്നിവയുടെ അഖിലേന്ത്യാ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് വലിയ തുകയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യ അടക്കം വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.